84-ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിൽ 4 ചോദ്യങ്ങളുണ്ട്. ഒന്ന് ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ നമുക്ക് ജിയോജിബ്രയിൽ ചെയ്ത് നോക്കാം. പക്ഷേ നമ്മളുടെ നോട്ട് പുസ്തകത്തിൽ അതിൽ പറയുന്ന സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് വരച്ച് പഠിക്കേണ്ട ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനാണത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. In the figure, AB is a code. AB സർക്കിളിലെ ഒരു കോഡാണ്. വ്യക്തമാണ് കാര്യങ്ങൾ. AB is the code of a circle. ഇതുപോലെ ഇവിടെ വരച്ചിട്ടുണ്ട്. AB is the code of the circle. ലൈൻ XY, ഇതാണ് X, ഇതാണ് Y. XY is tangent at A. If angle YAB, Y ഇത് Y, AB is equal to YAB is equal to YAB, ഈ മുഴുവൻ ആംഗിള്, ഇവിടെ നിന്ന് ഇവിടത്തോളമുള്ള ഈ മുഴുവൻ ആംഗിള് YAB, ദിസ് ഫുൾ ആംഗിൾ YAB, ഈ ആംഗിള് 40 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. 40 ഡിഗ്രി. YAB is equal to 40 ഡിഗ്രി, ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ACB. ACB, അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ കാണുന്നത്. A ആംഗിൾ YAB is equal to 40 ഡിഗ്രി. YAB is equal to 40 degree. This is the angle between chord AB and tangent XY. ഓക്കെ, അപ്പോൾ ഈ ആംഗിള് മറുവശത്തുള്ള ആംഗിളിന് ഈക്വലാണ്. This angle is equal to angle in the other side. നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. Angle between chord and tangent in one side is equal to angle in the other segment of the circle. Therefore we can say first question the answer, angle ACB is equal to 40 degree. 40 degree തന്നെയാണ്. ഈ ആംഗിളും 40 ഡിഗ്രി തന്നെയാണ്. ഈ ആംഗിൾ തന്നെയാണ് ഇവിടുത്തെ ആംഗിൾ. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം വരുന്നത്, വാട്ട് ഈസ് AOB? ആംഗിൾ AOB ഇത് എത്രയാണെന്നാണ് അടുത്ത ചോദ്യം. ആംഗിൾ AOB ഈസ് വാട്ട്? AOB. ഓക്കെ, അതിന് സർക്കിൾസ് എന്നൊരു ചാപ്റ്ററിലെ ഒരു കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ആർക്ക് ADB makes 40 degree in the complement. ഓക്കെ, മറുചാപത്തിൽ ഈ ആർക്ക് ADB അതിൻ്റെ മറുചാപത്തിൽ ഇവിടെ 40 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ആർക്ക് സെൻറ്ററിൽ 80 ഡിഗ്രി ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആംഗിൾ AOB is equal to 2 times angle ACB, that is equal to 2 into 40, that is equal to 80 degree. ഇവിടുത്തെ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും എന്ന് എഴുതാൻ പറ്റും. ആംഗിൾ ഫോംഡ് ബൈ ദ ആർക്ക് ഇൻ ദ സെൻറ്റർ അല്ലെങ്കിൽ അറ്റ് ദ സെൻറ്റർ ഈസ് 2 times ആംഗിൾ ഇൻ ദ കോംപ്ലിമെൻറ്റ്. ഒരാർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് കോംപ്ലിമെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ 2 times ഇരട്ടി ആയിരിക്കും. സർക്കിൾസ് എന്ന യൂണിറ്റിൽ പഠിച്ചിരിക്കുന്നൊരു സെൻറ്റൻസാണിത്, ഒരു കോൺസെപ്റ്റാണ്. ഒരാർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് കോംപ്ലിമെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കും. മറുചാപത്തിൽ 40 ഉണ്ടാക്കുന്നത്, ഇവിടെ 40 ആയതുകൊണ്ട് ഇവിടെ ഇത് 40 80. ആൻഡ് സി വാട്ട് ഈസ് ADB? ആംഗിൾ ADB ഇതെത്രയാണെന്നാണ് അടുത്ത ചോദ്യം. നമുക്ക് മനസ്സിലാക്കാം,
ACBD is a cyclic quadrilateral. Cyclic quadrilateral. ഓക്കെ. ACBD ഒരു ചക്രീയ ചതുർഭുജമാണ്. അതുകൊണ്ട് 40ഉം ആംഗിൾ ADB പ്ലസ് ആംഗിൾ ACB is equal to 180 degree. ACB is 40. Therefore, angle ADB is equal to 180 minus 40, that is 140 degree എന്ന് നമുക്ക് കിട്ടും. 140 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കി കഴിഞ്ഞു അതിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയാം 140 ഡിഗ്രി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പം 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായി. ഇത് 40 ഡിഗ്രി, ദിസ് ഇസ് 40 ഡിഗ്രി, ഓക്കെ. ഇത് 40 ഡിഗ്രി, ദിസ് ഇസ് 80 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 140 ഡിഗ്രി. അപ്പോൾ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായി. ഓക്കെ, ഇതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഇതാണ്: ABCD is a square. ABCD is a square. The vertices of the square are on a circle. സർക്കിളിലാണ് ഈ സ്ക്വയറിൻ്റെ വെർട്ടീസസ്. The vertices of the square are on a circle. Tangents at A and C be produced meet at P. ടാൻജൻറ്റ് അറ്റ് എയിലുള്ള ടാൻജൻറ്റും ടാൻജൻറ്റ് അറ്റ് എ ആൻഡ് സി ബി പ്രൊഡ്യൂസ്ഡ് മീറ്റ് അറ്റ് പി. എയിലുള്ള ടാൻജൻറ്റും പിന്നെ സി ബി നീട്ടിയതും, 2 കാര്യങ്ങളാണ്. എ ബിയിൽ വരക്കുന്ന ഈ ടാൻജൻറ്റും സി ബി എന്നത് കോഡ് നീട്ടിയതും പിയിൽ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് BAP? BAP ഇതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഈ 4 ചോദ്യങ്ങൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമുക്കത് ഇങ്ങനൊരു ഡയമീറ്റർ വരക്കാം. ഓക്കെ, ഒരു ഡയമീറ്റർ വരച്ചിരിക്കുന്നു. പിന്നെ ഇതുപോലെ ഇവിടെ ഒരു വര വേറെയുണ്ട്. ഇതെല്ലാ കാര്യങ്ങളുമായി ഡയമീറ്റർ മാത്രം വരച്ചാൽ മതി. ഇതൊക്കെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യണം. കണ്ടോ, ഈ ട്രയാങ്കിളും ഒക്കെ പ്രത്യേകം എടുത്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എ, ഡ്രോ ഡയഗണൽ AC. ഡ്രോ ഡയഗണൽ AC. കണ്ടോ, സ്ക്വയറിൻ്റെ AC എന്ന ഡയഗണൽ വരക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും നമുക്ക് 90 ഡിഗ്രി വീതമാണെന്ന് വ്യക്തമായിട്ട് പറയാം. ദീസ് 2 ആംഗിൾസ് ആർ 45 ഡിഗ്രി വീതമാണെന്ന് വ്യക്തമായിട്ട് പറയാം. ദീസ് 2 ആംഗിൾസ് ആർ 45 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ABC is equal to 90 degree. കാരണം ആംഗിൾ ഇൻ ദ സെമിസർക്കിൾ, ആംഗിൾ ഇൻ ദ സെമിസർക്കിൾ ആൻഡ് ഓക്കെ, ദീസ് 2 ആംഗിൾസ്, ഇവിടെ ഒരു സ്ക്വയർ ആണല്ലോ, ഈ 2 ആംഗിൾ ഈക്വൽ ആണ്. ദിസ് ഇസ് 90 ഡിഗ്രി. Since ABCD is a square, ABCD സ്ക്വയർ ആയതുകൊണ്ട് ABയും BCയും ഈക്വൽ ആണ്. Therefore, ആംഗിൾ BAC 45 ഡിഗ്രി, ആംഗിൾ BCA 45 ഡിഗ്രി, and this triangle is a 45-45-90 triangle. 45-45-90 ട്രയാങ്കിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് 45-45-90 ട്രയാങ്കിൾ ആണ്. ഓക്കെ,
അപ്പോൾ ആദ്യത്തെ പ്രശ്നം കഴിഞ്ഞു. ബി എ പി എന്നുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് ആംഗിൾ നമുക്കിവിടെ എഴുതാമല്ലോ. ബി എ പി ഈസ് ഈക്വൽ ടു റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ്. ഈ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 90 മൈനസ് 45, ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഈ ആംഗിൾ 45 ആണല്ലോ, അതുകൊണ്ട് ഇത് 45 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 45 ഡിഗ്രി എന്ന് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ബി പി? ആംഗിൾ എ ബി പി 90 ഡിഗ്രി ആണെന്ന് വ്യക്തമാണ്. ദിസ് ഈസ് 90 ഡിഗ്രി. ദെർഫോർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. ആംഗിൾ എ ബി പി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇപ്പുറത്ത് 90 ആണെങ്കിൽ ലീനിയർ പെയർ ആണല്ലോ, ഇതും ഒറ്റ ലൈനാണിത്, 90 ഡിഗ്രിയാണ്. സി വാട്ട് ഈസ് എ പി ബി? ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു, ഇത് 45, ഇത് 90. ദെർഫോർ 180 മൈനസ് 45 പ്ലസ് 90. അല്ലെങ്കിൽ ഈ രണ്ട് അക്യൂട്ട് ആംഗിൾസ് കൂട്ടിയാൽ 45 90 ആണല്ലോ. ഈ രണ്ട് അക്യൂട്ട് ആംഗിളും കൂട്ടിയാൽ 90 ആണ്. അപ്പോൾ ആൻസർ 45 ഡിഗ്രി എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, എ പി ബി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ആൻഡ് ഡി, എ പി ഈസ് ഈക്വൽ 20. എ പി 20 ആണെങ്കിൽ, ഇത് 20 ആണെങ്കിൽ, 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാം, ട്രയാങ്കിൾ എ ബി പി ഈസ് എ 45-90 ട്രയാങ്കിൾ. വ്യക്തമാണ്, കാരണം 90 ആണ്, ഇത് രണ്ടും 45 ആണ്. ദെർഫോർ എ ബി ഈസ് ഈക്വൽ ടു 20/√2. 45-90 ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, 10√2 എന്ന് ചെറുതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏരിയ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു 10√2 സെൻറ്റിമീറ്റർ. ദെർഫോർ ഏരിയ ഈസ് ഈക്വൽ ടു 10√2 ഇൻറ്റു 10√2, ദാറ്റ് ഈസ് 100 ഇൻറ്റു 2, ദാറ്റ് ഈസ് 200 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതുപോലെയാണ്. എ പി ഈസ് ദ ടാൻജൻറ്റ് ഓഫ് എ സർക്കിൾ അറ്റ് ഒ. ഒയിലുള്ള ടാൻജൻ്റാണ് ഈ കാണുന്നത്. പി ക്യു ഇവിടെ എ പി, എ ആണ് ഇവിടെ, ദിസ് ഇസ് എ, ദിസ് പോയിന്റ് ഇസ് എ പി ക്യു. എ പി ഇസ് ദ ടാൻജൻറ്റ് ടു ദ സർക്കിൾ ടു ഒ. ദ ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് ടാൻജൻറ്റ് ഈസ് 140. ആംഗിൾ ബിറ്റ്വീൻ എ ബി, കണ്ടോ, എ ബി എന്ന് പറയുന്ന ഈ കോഡും ഈ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ, എ ബി എന്ന് പറയുന്ന കോഡും ഇതാണ് എ ബി എന്ന കോഡ്. എ ബി എന്ന കോഡും ഈ ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 140 ഡിഗ്രിയാണ്. ഓക്കെ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ സി ബി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the measure of angle ACB? Angle ACB, angle between this chord and tangent. Angle between chord and tangent is 140 degree. This is 140 degree. ആദ്യത്തെ ചോദ്യം എഴുതാം. ആംഗിൾ ബിറ്റ്വീൻ എ ബി and AP is 140 ഡിഗ്രി. ഈ 140 ഡിഗ്രി തന്നെയാണ് ഇവിടെയുള്ള സി. ദെർഫോർ ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു
140 degree. Reason, angle between chord and tangent is equal to angle in the other side of the arc. Other side. Angle between chord and tangent in the figure is equal to angle in the other side, in the other segment of the circle. Segment നമ്മൾ പഠിച്ച ആശയം തന്നെയാണ്. അപ്പോൾ ഇത് 140 ഡിഗ്രി എന്ന് തന്നെ വരുന്നു. രണ്ടാമത്തെ ചോദ്യമായിട്ട് വരുന്നത് വാട്ട് ഈസ് ദ മെഷർ ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് എ ഡി ബി. എ ഡി ബി എന്ന ആംഗിൾ ആർക്കിൻ്റെ DB എന്ന ആർക്ക്, ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്നാണ്. സെൻട്രൽ ആംഗിൾ ഇവിടെ വരുമല്ലോ, ഇതാണ് സെൻട്രൽ ആംഗിൾ. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് എ ഡി ബി? വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് എ ഡി ബി? സെൻട്രൽ ആംഗിൾ ആർക്ക് എ ഡി ബിയുടെ എ ഡി ബി, ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ വരുന്നു. ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക് എ ഡി ബി? ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത് 140 ആണെങ്കിൽ നമുക്ക് പറയാം ബി ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു 140 ഡിഗ്രി. Therefore, angle ADB is equal to 180 minus 140, that is equal to 40 degree. ഇത് 40 ഡിഗ്രിയാണ്. Therefore, angle AOB is equal to ഇവിടുത്തെ ആംഗിൾ അല്ലേ, AOB is equal to 80 degree. And therefore, the central angle of arc ADB is equal to ഇവിടുത്തെ ആംഗിൾ അല്ലേ. അപ്പോൾ 360 മൈനസ് 80 എന്ന് പറയാം. ദാറ്റ് ഇസ് ഈക്വൽ 280 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് നെയിം ദ ആംഗിൾ ഇൻ ദ ഫിഗർ എ ഡി ബി. നെയിം ആൻ ആംഗിൾ ഇൻ ദ ഫിഗർ എ ഡി ബി. എ ഡി ബി അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ ആംഗിളാണ്. ഇത് എത്രയാണ്? 180 മൈനസ് 140 നമുക്കിത് വ്യക്തമായിട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. അടുത്ത ചോദ്യം ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്ഷനാണ്. അതായത് ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ ആൻഡ് കൺസ്ട്രക്ട് എ സർക്കിൾ വിച്ച് ടച്ചസ് ദ സൈഡ്സ്. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കണം. നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഞാനിവിടെ ഒരു റഫ് ഡയഗ്രാം വരക്കണമെങ്കിൽ ഇതുപോലെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കുന്നു. 3 സൈഡും 3 ആംഗിളും 60 ആയിരിക്കും. ഇത് 3ഉം 4 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. ഇതിനെതിരെ ഇതുപോലെ ഒരു സർക്കിൾ ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ വരും. ഒരു സർക്കിളാണ് വരുന്നത് അവിടെ. ആ സർക്കിള് സൈഡ്സിനെ ടച്ച് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സർക്കിളായിരിക്കും വരുന്നത്. ഓക്കെ, ഇതായിരിക്കും വരുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സ്റ്റെപ്പുകൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വയം കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഡ്രോ എ ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിൾ വരക്കുക. ഡ്രോ ദ ബൈസെക്ടർ ഓഫ് ദി ആംഗിൾസ്. 2 ആംഗിളുകളുടെയും ബൈസെക്ടർ വരക്കുന്നു. ബൈസെക്ടറുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്, മാർക്ക് ദ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ഓഫ് ദ ബൈസെക്ടർ ആൻഡ് ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ സൈഡ് ആൻഡ് കംപ്ലീറ്റ് ദ ട്രയാങ്കിൾ. നമുക്ക് ജിയോജിബ്രയിൽ അതൊന്ന് കൃത്യമായിട്ടൊന്ന് വരച്ച് നോക്കാം. നോട്ട് പുസ്തകത്തിൽ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉപയോഗിച്ച് വളരെ കൃത്യമായി അളന്നു വരയ്ക്കേണ്ടതാണ്. ജിയോജിബ്രയിൽ വരച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതാണ് അതിൻ്റെ ചിത്രം വരുന്നത്.
ഡ്രോ ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരക്കുന്നു. ഇക്വിലാറ്റർ ട്രയാങ്കിളാണ്, 4 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരക്കുന്നു. ഓക്കെ, ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ നമുക്ക് വരക്കാം. ജിയോജിബ്രയിൽ വരക്കുകയാണെങ്കിൽ സൈഡ്സിൻ്റെ എണ്ണം 3 ആയിട്ട് കൊടുത്തിട്ട് ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരക്കാം. ഓക്കെ, ഇതാണ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ. 2 സൈഡുകളുടെ 2 ആംഗിളുകളുടെ ബൈസെക്ടേഴ്സ് വരക്കുക. ആംഗിൾ ബൈസെക്ടേഴ്സ്. ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരക്കുക. ഓക്കെ, ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരക്കണം. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരക്കണം. ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ചു. ഓക്കെ, അതുപോലെ ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരച്ചു. 2 ആംഗിളിൻ്റെയും ബൈസെക്ടർ നിങ്ങൾക്ക് വരക്കാൻ കോമ്പസ് ഉപയോഗിച്ച് വരക്കണം. ഈ ബൈസെക്ടേഴ്സ് കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഇതാണ്. ആ പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് ഈ പോയിൻ്റാണ്. ഇവിടെ വെച്ചിട്ട് ഒരു സർക്കിൾ നമുക്ക് വരക്കാം. ആ സർക്കിൾ കണ്ടോ, ഇങ്ങോട്ട് റേഡിയസ് ഉള്ള കണ്ടോ, ഇതാണ് ഇൻസർക്കിൾ എന്ന് പറയുന്നത്. ഇത് ജോമെട്രിക്കലായിട്ട് നമ്മൾ വരച്ച് പഠിക്കണം. ആംഗിളിൻ്റെ ബൈസെക്ടർ വരക്കാനും ഇൻസർക്കിൾ വരക്കാനും ആവർത്തിച്ച് വരച്ച് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റാണത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതുപയോഗിച്ച് നന്നായിട്ട് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക.